ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പഴുത്ത മാങ്ങ ഏറ്റവും എളുപ്പത്തിൽ, അതും തേങ്ങ അരച്ചത് മാത്രം ചേർത്ത് പുതിയ രുചിയിലും പുതിയ ഭാവത്തിലും ഒരു നാടൻ രുചിയുടെ ടേസ്റ്റിലാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ലൈക്ക് അടിച്ച് വീഡിയോ കാണണം കേട്ടോ. അതുപോലെ കമൻ്റ് എഴുതാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കൂട്ടുകാരെ, ഇതാ കുറേ പഴുത്ത മാങ്ങയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മഴയത്തും കാറ്റത്തും ഒക്കെ പൊഴിഞ്ഞു വീണ മാങ്ങയാണേ. നല്ല നാട്ടുമാങ്ങ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് വെച്ച് പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയാലോ. കറി ഉണ്ടാക്കാൻ പഴുത്ത മാങ്ങ കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി ഉണ്ടാക്കാം. ആദ്യം അതിൻ്റെ കരഭാഗത്തെ മുറിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ തൊലി പൊളിച്ചെടുക്കാം. കണ്ടോ, പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. തൊലിയെല്ലാം മാറ്റി വെക്കാം. ഇതാ അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഇതാ കണ്ട, നല്ല അടിപൊളി പഴുത്ത മാങ്ങയാണേ. ഇതാ നോക്കിക്കേ, ഞാൻ മാങ്ങയുടെ തൊലിയെല്ലാം ഉരിച്ച് വെച്ചിട്ടുണ്ടേ. വെച്ചാലോ അപ്പം കൊണ്ടുപോയി. അപ്പം നമ്മുടെ മാങ്ങാപ്പഴങ്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ ഈ മാങ്ങയെല്ലാം പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തോണം കേട്ടോ. ഇനി ഞാനൊരു 3/4 സ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്തേക്കുന്നത്. 3/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങ കിടന്ന് വേകട്ടെ. അപ്പോഴേ മാങ്ങ വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാവേ. അപ്പോൾ മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ചേരുവകളൊന്നുമില്ലെന്ന്. ഇതാ അരമുറി തേങ്ങ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായി അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മാങ്ങ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടേ. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം അരപ്പ് ചേർക്കേണ്ടത് കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലിപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർത്തില്ല. ഞാൻ അത് കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ചേർക്കുന്നത്. ഇപ്പം ഈ അരപ്പ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം അരപ്പ് ചൂടാക്കി എടുക്കേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റിയായ കറിയാണേ. കളറൊക്കെ വന്നോളും. നമുക്ക് കടുക് വറുത്ത് താളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ റെഡി ആയിക്കോളും കേട്ടോ. മാങ്ങാക്കറി ഒന്ന് നല്ലതായിട്ട് ചൂടാകട്ടെ. അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായാൽ മതി, അരപ്പ് തിളയ്ക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് കടുക് വറുത്ത് താളിക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ടേ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക്. 1 നുള്ള് ഉലുവയാണ് ചേർത്തേക്കുന്നത്. 1 നുള്ള് ഉലുവ ചേർത്താൽ മതി കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തീ അങ്ങ് ഓഫ് ചെയ്യുവാണേ. വറ്റൽമുളക് എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ. നന്നായിട്ടൊന്ന് ഇളക്കണേ. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മാങ്ങാക്കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. കറിക്ക് നല്ല കളറ് കിട്ടും.
അത് ഭയങ്കര ടേസ്റ്റി കറിയാണ് കേട്ടോ ഇത്. ഈ മാങ്ങ ഒന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ മുളകൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കാൻ വേണ്ടിയാണ് ഇതേപോലെ കൊടുത്തത്. തേങ്ങയുടെ കൂടെയും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ട് ഇടുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി ഒരു വെറൈറ്റി പഴുത്ത മാങ്ങാക്കറിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ലാസ്റ്റ് ഇട്ട് ചേർക്കണം കേട്ടോ. ലാസ്റ്റ് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നിളക്കാം. ഈ ഓഫ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പം ഞാനുണ്ടാക്കിയ ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതി അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം. ബൈ.